ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ ഭീകരാക്രമണം. ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു. ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലിനിടെയാണ് ആക്രമണമുണ്ടായത്. ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, വിവരങ്ങൾ. സ്വാമി, ഇന്ന് പുലർച്ചെ 7:40 കൂടിയാണ് പൂഞ്ചിലെ മിനി സിവിൽ സ്റ്റേഷനിലെ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിൽ ഭീകരർ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന വിവരം സൈന്യത്തിന് ലഭിച്ചത്. തുടർന്ന് സ്ഥലത്ത് പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസിന് വിവരം കൈമാറുകയും പോലീസ് നടത്തിയ തിരച്ചിലാണ് ഈ കെട്ടിടത്തിൽ 4 ഭീകരർ ഒളിച്ചിരിക്കുന്നതായി മനസ്സിലാക്കിയത്. തുടർന്ന് ഭീകരർ പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട വെടിയുതിർക്കലിന് ശേഷവും ഇതുവരെയും ഒരു ഭീകരനെ പോലും കീഴ്പ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഭീകരർ നടത്തിയ ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടതായി സ്ഥലം പൂഞ്ചി DIG തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസുകാർക്ക് കൂടി പരിക്കേറ്റതായുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ഏറ്റുമുട്ടൽ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ അർദ്ധ സൈനിക വിഭാഗങ്ങളെ കൂടി സ്ഥലത്തേക്ക് വിന്യസിക്കുമെന്ന് DIG അറിയിച്ചിട്ടുണ്ട്. DIGയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ സ്ഥലത്തേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ബുർഹാൻ വാനിയുടെ വധത്തെ തുടർന്ന് കാശ്മീരിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഇത്തരത്തിൽ ഈ ഗ്രാമീണ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകരർ തമ്പടിച്ചിട്ടുണ്ട് എന്നൊരു വിവരം പ്രതിരോധ മന്ത്രാലയത്തിന് ലഭിച്ചിരുന്നു. ഈ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലിയിൽ യോഗം ചേരുകയും തുടർന്ന് ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അർദ്ധ സൈനിക വിഭാഗങ്ങളെ പിൻവലിച്ച് പകരം സൈന്യത്തിനെ തന്നെ, കരസേനയെ തന്നെ നേരിട്ട് വിന്യസിക്കാൻ ഒരു തീരുമാനവും കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം കൈക്കൊണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 4 അംഗ ഭീകരർ ഇപ്പോൾ പൂഞ്ചിലെ മിനി സിവിൽ സ്റ്റേഷനിലെ ഒഴിഞ്ഞ കെട്ടിടത്തിൽ തമ്പടിച്ചുകൊണ്ട് പോലീസുകാർക്കെതിരെ വെടിയുതിർത്തിരിക്കുന്നത്. ഇതിന് തൊട്ട് സമീപത്തായാണ് ആർമിയുടെ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഈ ആർമി കെട്ടിടത്തിന് നേരെയും നിലവിൽ ഈ ഭീകരർ വെടിയുതിർത്തതായാണ് കാശ്മീരിലെ തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ബുർഹാൻ വാനിയുടെ വധത്തെ തുടർന്ന് പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് കാശ്മീരിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന നിരോധനാജ്ഞയും തുടരുകയാണ്. വിദ്യാലയങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. പത്രമടക്കമുള്ളവയും അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഭീകരാക്രമണം കൂടി കാശ്മീരിനെ നടുക്കിയിരിക്കുന്നത്. സോമി, മനുവാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.